തമിഴ്നാട് നിയമസഭയിലേക്കുള്ള അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയലളിതയുടെ പാർട്ടിയുമായി വിജയ് സഖ്യമുണ്ടാക്കുമെന്ന പ്രചരണം ശക്തമാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയാവുകയാണ്. രഹസ്യ ചർച്ചകൾ നടക്കുന്നുവെന്നും വിജയ് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചുവെന്നുമാണ് പ്രചാരണം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പത്രം വാർത്ത നൽകിയതോടെ പലവിധ പ്രചരണങ്ങൾക്ക് ഇടയാക്കി. ഇതോടെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് വിജയുടെ ടിവിക്ക് രംഗത്ത് വന്നു. തമിഴക വെട്രി കഴകം എന്ന പാർട്ടി കഴിഞ്ഞ മാസമാണ് വിജയ് പ്രഖ്യാപിച്ചത്. വില്ലുപുരത്ത് കൂറ്റൻ സമ്മേളനം നടത്തിയായിരുന്നു പ്രഖ്യാപനം. പാർട്ടിയുടെ നയങ്ങൾ, നിലപാടുകൾ എന്നിവയെല്ലാം വിജയ് അന്ന് വ്യക്തമാക്കിയതാണ്. DMK, BJP നയങ്ങളെ ശക്തമായി വിമർശിച്ച വിജയ് പക്ഷേ AIADMKയെ കുറ്റപ്പെടുത്തിയില്ല. ഇതാണ് പുതിയ സഖ്യം എന്ന വാർത്തകൾക്ക് ഇടയാക്കിയത്. അണ്ണാ DMK സ്ഥാപകൻ MGRനെ പുകഴ്ത്തിയാണ് വിജയ് നേരത്തെ സംസാരിച്ചത്. മാത്രമല്ല, അണ്ണാ DMK നേതാക്കൾ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ എതിർത്ത് പ്രതികരിച്ചതുമില്ല. അതേസമയം DMK നേതാക്കൾ വിജയെ പരിഹസിക്കുകയും ചെയ്തു. ഇതെല്ലാം വിജയ് അണ്ണാ DMK സഖ്യ സാധ്യതയുണ്ടെന്ന പ്രചരണത്തിന് ആക്കം കൂട്ടി. TVK അണ്ണാ DMK നേതാക്കൾ സഖ്യ ചർച്ചകൾ നടത്തിയെന്നും 80 സീറ്റുകളും ഉപമുഖ്യമന്ത്രി പദവിയുമാണ് വിജയ് ആവശ്യപ്പെട്ടതെന്നും വാർത്തകൾ വന്നു. TVKയോ അണ്ണാ DMKയോ നേതാക്കളോ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാതിരുന്നതോടെ പ്രചരണം കനത്തു. ഇതോടെയാണ് TVK നേതൃത്വം വാർത്തകൾ നിഷേധിച്ച് രംഗത്ത് വന്നത്. 2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ADMKയുമായി സഖ്യമുണ്ടാക്കുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് TVK ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് പറഞ്ഞു. TVKയുടെ വളർച്ച തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിലർ ഈ പ്രചരണം നടത്തുന്നത്. തമിഴ് പത്രം നൽകിയ വാർത്ത തീർത്തും തെറ്റാണ്. ജനങ്ങൾ വിശ്വസിക്കരുതെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിന് പ്രവർത്തകർ സജ്ജമാകണമെന്നും ബുസി ആനന്ദ് പറഞ്ഞു. വാർത്ത സംബന്ധിച്ച് പരസ്യമായ വിശദീകരണം നൽകണമെന്ന് വിജയ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ബുസി ആനന്ദ് മാധ്യമങ്ങളെ കണ്ടത്. 2026 ഒറ്റയ്ക്ക് മത്സരിച്ച് മികച്ച വിജയം നേടുകയും ഭരണം പിടിക്കുകയുമാണ് TVKയുടെ ലക്ഷ്യമെന്ന് ആനന്ദ് പറഞ്ഞു. ദ്രാവിഡ ആശയം, തമിഴ് ദേശീയത, സമത്വം, സാമൂഹിക നീതി, മതനിരപേക്ഷത എന്നീ കാര്യങ്ങളിൽ ഊന്നിയാണ് TVK പ്രവർത്തിക്കുക എന്ന് വിജയ് ആദ്യ ദിനത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം അണ്ണാ DMK BJPയുമായി സഖ്യം ചേരുമെന്ന പ്രചരണവും ശക്തമാണ്. DMK സർക്കാരിനെ താഴെയിറക്കാൻ ഏതു പാർട്ടിയുമായും സഖ്യത്തിന് തയ്യാറാണ് എന്ന മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ പ്രസ്താവനയാണ് ഈ പ്രചരണത്തിന് ഫലമേകിയത്. കടുത്ത വിമർശനം ഉയർന്നതോടെ എടപ്പാടി വീണ്ടും പ്രതികരിച്ചു. BJPയുമായി സഖ്യമുണ്ടാകില്ലെന്നും 2023 അവരുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതാണെന്നും അദ്ദേഹം തുറന്നടിച്ചു.